ജാമ് ചുമ്മാതെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ, ബ്രെഡ് ഉണ്ടെങ്കിലല്ലേ കഴിക്കാൻ പറ്റൂ. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഞാൻ ആദ്യമേ തന്നെ ചെറു ചൂടുള്ള പാലിൽ 1 ടീസ്പൂൺ നമ്മുടെ ഈസ്റ്റ് ചേർത്ത് ഒന്ന് മാറ്റി വെക്കണം. 15 മിനിറ്റ് വെക്കുമ്പോഴേക്കും അത് പൊന്തിപ്പോളും. അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ ഒരു ബ്രെഡിൻ്റെ കണക്കാണ് എടുക്കുന്നത്. 2 കപ്പ് മൈദ, 250 ml. നിങ്ങളുടെ കയ്യിൽ ഉള്ള നമ്മുടെ വലിയ ചായക്കപ്പൊക്കെ ഇല്ലേ, അല്ലെ ചെറിയ ടൈപ്പ് ഉണ്ടല്ലോ, അതായിരുന്നാലും മതി. വലുത് നിറയെടുത്താലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യണം അതനുസരിച്ച് അളന്നാൽ മതി. ഞാൻ അരിച്ചിട്ട് കൊടുക്കണം, കാരണം എന്തെങ്കിലും പൊടിയോ മറ്റോ ഉണ്ടെങ്കിൽ അരിഞ്ഞു പോകാനും. അതിൽ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, അതുപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുകയാണ്. നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടട്ടെ. എനിക്ക് ഇത്ര പഞ്ചസാര മതി, ഒരുപാട് മധുരമുള്ള ബ്രെഡ് കഴിക്കുന്നത് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലായിടത്തും ഇട്ടേക്കുന്ന മിക്സർ എല്ലാം എത്താൻ പാകത്തിന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജ് ഓയിലും, ഒലീവ് ഓയിൽ അല്ലാത്ത, വെളിച്ചെണ്ണ അല്ലാത്ത ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതിനെയും മിക്സ് ചെയ്യാം. നന്നായിട്ട് എല്ലായിടത്തും ഇത് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഈസ്റ്റിൻ്റെ മിക്സ് എടുക്കും. ഈസ്റ്റ് ഇപ്പോൾ പാലിൽ തന്നെ ഇടണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല, ചെറിയ ചൂടുള്ള ഏത് വെള്ളത്തിലായാലും മതി. പിന്നെ നമ്മുടെ ബ്രെഡിന് കുറച്ചുകൂടെ ടേസ്റ്റ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാലെടുത്തിട്ടുള്ളത് കേട്ടോ. 1/2 കപ്പ് പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് മതി, ഇത് തന്നെ മതി. അത് അത്രയും ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതലൊന്നും എടുക്കണ്ട. ഞാൻ 1/2 കപ്പ് പാലിലാണ് വെച്ചിരുന്നത്. സാധാരണ നമ്മൾ നോർമൽ കപ്പ് തന്നെയാണ് കേട്ടോ. അത്രയും മതി, കൂടുതലൊന്നും വേണ്ട. വെള്ളമാണെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് എടുത്താൽ മതി. നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. നന്നായിട്ട് ഒരു 10-15 മിനിറ്റോളം നന്നായിട്ട് കുഴയ്ക്കണം കേട്ടോ, എങ്കിലേ നല്ല സോഫ്റ്റ് ആവുള്ളൂ നമ്മുടെ ബ്രെഡ്. അപ്പം ഞാൻ 15 മിനിറ്റോളം തുടർച്ചയായിട്ട് വെയിറ്റ് ചെയ്തതാണ്. അതിൽ കൂടെ കുറച്ചുകൂടെ എണ്ണ ഞാൻ തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുഴച്ച് വരുമ്പം ഇച്ചിരി ഒരു ലൂസ് പരുവത്തിന് കുഴക്കണം. ഒരുപാട് നമ്മുടെ എന്താ ചപ്പാത്തിക്ക് കുഴക്കുന്നത് ഭയങ്കര കട്ടിയുള്ള ഡവ വേണ്ട കേട്ടോ, ഇച്ചിരി ലൂസായിട്ട് കുഴക്കണം. ഞാനൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ ഗ്രീസ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി എടുക്കുമ്പം നമ്മൾ വെച്ചതിൻ്റെ ഇരട്ടിയാകും കണ്ടോ, വെച്ചതിൻ്റെ ഇരട്ടിയായിട്ടുണ്ട് നമ്മുടെ ഡോ. അതിലൊന്നും കൂടെ നന്നായിട്ട് നമ്മൾ കുഴയ്ക്കുക. ഇനി ഇതിനെ ഞാൻ ഇച്ചിരി കൂടെ വലിപ്പമുള്ളൊരു പ്രതലത്തിലോട്ട് മാറ്റാൻ പോകുന്നുണ്ട്. ഞാനൊരു കട്ടിംഗ് ബോർഡാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഇതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിൽ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കുഴയ്ക്കുക. നമ്മുടെ മാവിനെ നല്ല സോഫ്റ്റ് ആക്കും. നല്ല വൃത്തിക്ക് അങ്ങ് പരത്തിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു കുപ്പിയോ അല്ലെങ്കിൽ ചപ്പാത്തി പല്ലകയുടെ ആ കുഴവിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. ഇതുമാതിരി നന്നായിട്ട് പരത്തിയെടുക്കണം. നമ്മുടെ ബ്രെഡ് മോൾഡിൻ്റെ ആ സൈസിന് നീളത്തിന് നമ്മൾ പരത്തിയെടുക്കണം. ഇനി നമ്മളതിനെ ചുരുട്ടിയെടുക്കാൻ പോകണം. അതിൻ്റെ സൈസിനായിട്ട് ബ്രെഡ് മോൾഡിൽ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ കയ്യിലുള്ള ഇച്ചിരി റെക്റ്റാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള പാത്രത്തിൽ ചെയ്താലും മതി. നിങ്ങൾക്ക് ബ്രെഡായിട്ട് തന്നെ കിട്ടും. നമ്മൾ എടുക്കുന്ന മോൾഡിൻ്റെ കണക്കിന് ഇതൊന്ന് പരത്തിയെടുക്കും. എന്നിട്ട് ഇതിനെ ഒന്ന് ചുരുട്ടി എടുക്കും. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് അകത്തോട്ട് വെക്കും. ഇതിനെ ഞാൻ ബ്രെഡ് മോൾഡ് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് ആക്കുവാണ്. ഇതിനെ അതിനകത്തേക്ക് നന്നായിട്ട് ഫിറ്റ് ചെയ്ത് നല്ലവണ്ണം അതിൻ്റെ പാകത്തിന് പരത്തി വെക്കുക.
എന്നിട്ട് അടച്ച് നമുക്കൊരു 15 മിനിറ്റോളം വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നമ്മൾ വെച്ചതിൻ്റെ ഇരട്ടിയായിട്ട് വീണ്ടും അത് ആയിട്ടുണ്ടാവും. ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ചാണ് അടച്ച് വെക്കുന്നത്. നിങ്ങളുടെ അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം എന്തെങ്കിലും വെച്ച് അടച്ച് വെച്ചാൽ മതി. കുറച്ച് എണ്ണ കൂടെ അതിൻ്റെ മീതെ തൂകുന്നുണ്ട്. അത് വെറ്റായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഡ്രൈ ആയിപ്പോയി നമ്മുടെ ബ്രെഡും ഭയങ്കര ഉണങ്ങിയിട്ട് കഴിക്കാൻ അത്ര സോഫ്റ്റ് ഒന്നും ഇല്ലായിരിക്കും. ഇതിന് ഞാൻ അലുമിനിയം ഫോയിൽ കൊണ്ടാണ് അടച്ച് വെക്കണം. നിങ്ങൾ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് അടച്ച് വെച്ചാൽ മതിയാവും. ഒരു 15 മിനിറ്റോളം വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നമ്മൾ വെച്ചതിൻ്റെ ഇരട്ടിയായിട്ട് വീണ്ടും കിട്ടും കേട്ടോ. വെച്ചതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിതിനെ ഓവനിൽ വെച്ചല്ല ബേക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരു സാധാരണ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തേക്കുന്നത്. ഇഡലി തട്ടിലോ എന്തെങ്കിലും പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കണം കേട്ടോ. കുക്കറിലോ അല്ലെങ്കിൽ ഇഡലി തട്ടിലോ വെച്ച് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് കുക്കറിലോ എന്തെങ്കിലും വെച്ച് 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തണുപ്പിച്ചെടുക്കാം കണ്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല എന്താ പറയുക, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഒപ്പം ട്രൈ ചെയ്ത് നോക്കട്ടെ. പിന്നെ കൂടാതെ നിങ്ങളുടെ കമൻസ്, സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യമേ അത് കാണുകയും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.